നമസ്കാരം. 140 കോടിയിലേറെ ജനങ്ങൾ നമ്മുടെ ഈ മഹാരാജ്യത്തുണ്ട്. അതിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് സർക്കാർ ശമ്പളം വാങ്ങുന്നവർ. കേരളത്തിലെ 3.5 കോടിയിൽ ഏതാണ്ട് 5.5 ലക്ഷം പേർ മാത്രമാണ് സർക്കാർ ശമ്പളം വാങ്ങുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 1.3% മാത്രമാണ് സർക്കാർ ശമ്പളം വാങ്ങുന്നവർ. പക്ഷെ ഒരു കാര്യം അറിയാമോ? കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 77% സർക്കാർ ശമ്പളം വാങ്ങുന്നവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പെൻഷൻകാർ, അവർക്ക് വേണ്ടി കടമെടുക്കുന്നതിൻ്റെ പലിശ, ഇതും മൂന്നുമാണ് നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ 77% എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ സർക്കാർ സർവീസിൽ പണിയെടുക്കുന്ന 1.3% വരുന്ന ജനത്തിനും അവിടുന്ന് റിട്ടയർ ചെയ്തു പോകുന്നവർക്കും വേണ്ടി നമ്മുടെ ഖജനാവിൻ്റെ 77% ചെലവഴിക്കുന്നു എന്നർത്ഥം. അല്പസ്വല്പം മാറിയും മറിഞ്ഞും രാജ്യത്തെ എല്ലായിടത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. 77% എന്നതിന് പകരം 50% എന്ന് ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റേത് എന്നോർക്കുക. നമ്മുടെ ഈ 3.5 കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും കർഷകരോ സ്വയം സംരംഭകരോ കൂലിപ്പണിക്കാരോ ആയിരിക്കും. അവരെ സംരക്ഷിക്കാൻ ഒരു പദ്ധതിയുമില്ല. നമ്മുടെ തെരുവിലോടുന്ന ഓട്ടോക്കാരെ ഓർക്കുക, ടാക്സിക്കാരെ ഓർക്കുക. അവരൊക്കെ കടമെടുത്തും അവരുടെ കയ്യിലെ പണം വെച്ചും ഒരു ചെറിയ വാഹനം വാങ്ങി അവർ ഒരു സംരംഭകരായിരിക്കുകയാണ്. അവരുടെ പിന്നാലെ നടക്കും ഉദ്യോഗസ്ഥന്മാർ. അവരെ പിടിച്ചു പറിക്കും. കൈക്കൂലി കൊടുക്കണം പോലീസുകാർക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും. അവർക്ക് പലരോടും ഗുസ്തി പിടിക്കേണ്ടി വരും. ഇതിനെല്ലാം നികുതി അടയ്ക്കേണ്ടി വരും. എന്നിട്ട് മിച്ചം കിട്ടുന്നത് കൊണ്ട് വേണം അവർ കുടുംബം നടത്താൻ. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്വകാര്യ മേഖലയിലെ മുഴുവൻ അവസ്ഥ. ഏറ്റവും കൂടുതലുള്ളത് പെട്ടിക്കടകളും മാടക്കടകളും ചെറുകിട സ്ഥാപനങ്ങളുമാണ്. പച്ചക്കറിക്കടക്കാരും ബാർബർ ഷോപ്പുകാരും അടക്കം ചെറുകിട സ്ഥാപനങ്ങളാണ്. ഇവരൊക്കെ ഒരു സ്ഥാപനം നടത്തിയാൽ അവർക്കൊക്കെ കിട്ടുന്ന ലാഭം ദിവസം ഏറിയാൽ 1000 അല്ലെങ്കിൽ 1200 രൂപയാണ്. അങ്ങനെ കിട്ടുന്നവർ പോലും കുറവാണ്. എല്ലാവർക്കും കടബാധ്യതകളാണ്. ഇവരെയൊക്കെ പിഴിയുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഒരു ആനുകൂല്യവും ഇവർക്കാർക്കും കൊടുക്കുന്നില്ല. എന്നാൽ ഇതിനു പോലും നിവൃത്തിയില്ലാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. അത് ചെറുകിട കർഷകരും വീട്ടമ്മമാരുമാണ്. ചെറുകിട കർഷകരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഭക്ഷിക്കാനുള്ള സാധനം ഉണ്ടാക്കാം എന്നല്ലാതെ അവർക്ക് കയ്യിൽ മിച്ചം വെക്കാൻ ഒരു വരുമാനവും അവരുടെ കൃഷിയിൽ നിന്ന് കിട്ടില്ല. ഒരു സഹായവുമില്ല, ഉപദ്രവം ഉണ്ട് താനും. ഇത്തരക്കാരെ സംരക്ഷിക്കാൻ പല ശ്രമങ്ങളും പലരും നടത്താറുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിക്കപ്പെടും. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നൊരു മൂവ്മെന്റ് ഇടക്കാലത്ത് ഉയർന്നു വന്നു. അതിപ്പോൾ പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നത് എത്ര ഉചിതമായ കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും 10,000 രൂപ പെൻഷൻ 60 വയസ്സ് കഴിയുമ്പോൾ. ഇതാണ് അവരുടെ ആവശ്യം. സാധിക്കില്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എത്ര രൂപയാണ് പെൻഷൻ കിട്ടുന്നത്? അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് കിട്ടും. മിക്ക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബത്തിലും ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാവും. ഒരാൾ പെൻഷനാകുമ്പോൾ അയാളുടെ പെൻഷനും മരിച്ച പങ്കാളിയുടെ കുടുംബ പെൻഷനും കിട്ടും. ഇനി ഒരു കാര്യം കൂടി ഓർക്കണം. 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മക്കളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വിദേശത്ത് ഉയർന്ന ജോലിക്കാരോ ഡോക്ടർമാരോ ഒക്കെ ആവും. അവർക്ക് ഈ പണത്തിന്റെ ആവശ്യം പോലും ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ, ഒരു വിഭാഗം സന്തോഷം അനുഭവിക്കുമ്പോൾ, മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർ അധ്വാനിക്കുന്നവരാണ്. ഓട്ടോറിക്ഷക്കാരെ പോലെ കൂലിപ്പണിക്കാരെ പോലുള്ളവരാണ്. അവരെ സംരക്ഷിക്കാൻ സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെയൊരു ദുരിതപൂർണമായ കാലത്ത് ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോൾ എങ്ങനെയാണ് ആശ്വാസം തോന്നാതിരിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് രക്ഷയില്ലെങ്കിലും മരിച്ചവരെയെങ്കിലും രക്ഷിക്കാൻ സുപ്രീം കോടതി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇന്നലെ എത്തിയത് പഞ്ചാബിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ച രേഷ്മ എന്നു പേരുള്ള ഒരു 35 വയസ്സുകാരി വീട്ടമ്മയുടെ കഥയാണ്. 25 വർഷം മുമ്പാണ് അവർ 35ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. അവരുടെ ഇൻഷുറൻസ് കമ്പനി സ്വാഭാവികമായും നഷ്ടപരിഹാരം കൊടുക്കണം. ആ നഷ്ടപരിഹാരത്തിന് വേണ്ടി മോട്ടോർ വാഹന ട്രിബ്യൂണലിൽ പോകുന്നു. ട്രിബ്യൂണലിൽ അവർക്ക് കൊടുക്കാൻ വിധിച്ചത് 2,42,000 രൂപയായിരുന്നു. 25 കൊല്ലം മുമ്പ് ഇത് വലിയ തുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം വാഹനാപകടങ്ങളിൽ കിട്ടുന്നവരുടെ തുക വലുത് തന്നെയാണ്. എന്നാൽ ഈ 2,42,000 രൂപ തൻ്റെ ഭാര്യയുടെ ജീവന് പകരമല്ല എന്ന് പറഞ്ഞ് ഭർത്താവ് അപ്പീലിന് പോയി ഹൈക്കോടതിയിൽ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞത് ഒരാളുടെ ഇൻഷുറൻസ് തുക, നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് അയാളുടെ ഏണിംഗ് കപ്പാസിറ്റി വെച്ചാണ്. നമുക്കൊക്കെ അറിയാതെ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ അയാൾക്ക് നഷ്ടപരിഹാരം വേണ്ടപ്പെട്ടവർക്ക് കിട്ടുന്നത് മരിച്ചയാളുടെ ഏണിംഗ് കപ്പാസിറ്റി വെച്ചാണ്. അയാളുടെ ശമ്പളം അല്ലെങ്കിൽ അയാളുടെ വരുമാനം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വീട്ടമ്മയ്ക്ക് എന്ത് വരുമാനം? വീട്ടമ്മയ്ക്ക് 1 രൂപ പോലും വരുമാനമില്ല. വീട്ടമ്മ സൗജന്യമായി പണിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ
അവർക്ക് ഇതിൽ കൂടുതൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ വാദം. അത് അംഗീകരിക്കുകയും ചെയ്തു. അയാൾ ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി പറഞ്ഞു കുറച്ചുകൂടി മാന്യമായി കൊടുക്കൂ. ശരിയാണ്, വീട്ടമ്മയ്ക്ക് വരുമാനമൊന്നുമില്ലെങ്കിൽ പോലും 35ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ മരിക്കുമ്പോൾ അവരുടെ ശേഷിക്കുന്ന ആയുസിൽ അവർക്ക് ജോലി കിട്ടാഴികയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി 8,43,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചു. പക്ഷെ ഭർത്താവ് പോരാട്ടം അവസാനിപ്പിച്ചില്ല, സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഇന്നലെ നിർണായകമായ വിധി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ സ്ത്രീകളുടെ പോരാട്ടത്തിലെ സ്വർണ്ണലിപികളിൽ എഴുതി വയ്ക്കേണ്ട വിധിയായി അത് മാറി. സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് സഞ്ജയ് കരോളും ജസ്റ്റിസ് NK സിംഗും ചരിത്രപ്രധാനമായ വിധിയിൽ ഇങ്ങനെ എഴുതി: വീട്ടമ്മമാരാണ് ഈ രാഷ്ട്രത്തിന്റെ ശില്പികൾ. അവർ നിരന്തരം പണിയെടുക്കുന്നത് കൊണ്ടാണ്, 1 രൂപ പ്രതിഫലം വാങ്ങാതെ അവർ ജോലിയെടുക്കുന്നത് കൊണ്ടാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത്. കുടുംബം മുമ്പോട്ട് പോകുമ്പോഴാണ് രാഷ്ട്രം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികളായി വീട്ടമ്മമാരെ കാണണം. അതുകൊണ്ടാണ് അവരെ ഹൗസ് വൈഫ് എന്ന് വിളിക്കാതെ ഹൗസ് മേക്കർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സ്ത്രീകൾക്ക് വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അവർ പ്രതിഫലമില്ലാതെ പണിയെടുക്കുന്നതിനെ ഇങ്ങനെ അപമാനിക്കരുത്. ഒരു സ്ത്രീയുടെ വീട്ടിലെ പണി ആ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നു. അവർ 1 രൂപ പോലും പ്രതിഫലം വാങ്ങുന്നില്ല. ഭർത്താവിനെയും മക്കളെയും അവർ പൊന്നുപോലെ പോറ്റുന്നു. ആ കുടുംബം മുമ്പോട്ട് പോകാൻ അവർ മുമ്പിൽ നിന്ന് നയിക്കുന്നു. നിരന്തരം അവർ പണിയെടുക്കുകയാണ്, നിരന്തരം അവർ കഠിന പ്രയത്നം ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് പ്രതിഫലമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഫലമില്ലാത്ത ഈ ജോലിക്ക് മരിക്കുമ്പോഴെങ്കിലും പ്രതിഫലം കൊടുക്കണം. എന്നിട്ട് കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപനം നടത്തി. കോടതി പറഞ്ഞു, ഒരു വീട്ടമ്മയുടെ പ്രതിഫലമില്ലാത്ത കുടുംബ സേവനത്തിന് 1 മാസത്തെ ശമ്പളം 30,000 രൂപയായി കണക്കാക്കണം. 30,000 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്നല്ല, പക്ഷെ അവർ പണിയെടുത്താൽ മണിക്കൂറുകൾ അവർ വീട്ടിൽ പണിയെടുക്കുന്നു, മണിക്കൂറുകൾ അവർ കുടുംബം നോക്കുന്നു, മണിക്കൂറുകൾ അവർ തുണി അലക്കുന്നു, മണിക്കൂറുകൾ അവർ അടുക്കള പണി ചെയ്യുന്നു, മണിക്കൂറുകൾ അവർ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അതിൻ്റെ പ്രതിഫലം കുറഞ്ഞത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 30,000 രൂപയായി കണക്കാക്കണം. എന്നിട്ട് എത്ര കാലം അവർ ഈ പണിയെടുക്കാൻ സാധ്യതയുണ്ട് അത്രയും കാലത്തെ ആയുസ് കൂട്ടി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. 2,42,000 രൂപ ട്രിബ്യൂണലും 8,43,000 രൂപ ഹൈക്കോടതിയും കൊടുക്കാൻ വിധിച്ച കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു 62,77,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ. ഒരു തൊഴിലുമില്ലാത്ത വീട്ടമ്മയാണ്. ആ വീട്ടമ്മയുടെ 1 മാസത്തെ പണിക്കൂലി 30,000 രൂപയെ കണക്കാക്കി 62,77,000 രൂപ കൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്നിട്ട് സുപ്രീം കോടതി ഇൻഷുറൻസ് കമ്പനികളോട് പറഞ്ഞു, ഇനി ഈ രാജ്യത്ത് ഏത് വീട്ടമ്മ മരിച്ചാലും അപകടത്തിൽ അവർക്ക് മിനിമം 30,000 രൂപ 1 മാസം കൂലി കണക്കാക്കി നഷ്ടപരിഹാരം കൊടുക്കണം. എന്ന് മാത്രമല്ല, ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ നഷ്ടപരിഹാരം 10% വീതം കൂട്ടണം. എന്ന് വെച്ചാൽ ഇപ്പോൾ 30,000 എന്ന് പറയുന്നത് 2029 ആകുമ്പോൾ 33,000 ആകും. ഇത്തരത്തിൽ കണക്ക് കൂട്ടി വേണം ഇൻഷുറൻസ് കമ്പനികൾ ഇനി നഷ്ടപരിഹാരം കൊടുക്കാൻ എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വാസ്തവത്തിൽ നമ്മുടെ സ്ത്രീ സമത്വ പോരാട്ടത്തിലെ ചരിത്രപരമായൊരു എപ്പിസോഡായി ഇതിനെ കണക്കാക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും വീട്ടമ്മമാർ ചെയ്യുന്ന കഠിന പ്രയത്നം. നമ്മുടെയൊക്കെ വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുന്ന നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മമാർ, അവർ എത്രയോ കഷ്ടപ്പെടുന്നു, എത്ര മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നു. പക്ഷെ നമ്മൾ പുരുഷന്മാരോ നമ്മൾ ജോലിക്കാരാണ് അല്ലെങ്കിൽ കൃഷിക്കാരാണ് എന്ന് മേനി നടിച്ച് നമ്മൾ അവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നു. നമ്മൾ വീട്ടിൽ വരുമ്പോൾ അവർ ചായ തരണം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി തരണം, നമ്മുടെ തുണി അലക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. അവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നത് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതാണ്. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കുകയാണ്. എൻ്റെ അമ്മ 7 മക്കളെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. 7 മക്കളെ വളർത്തിയെടുക്കാൻ അന്നത്തെ കാലത്ത് എത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ആകപ്പാടെ ആഴ്ചയിൽ 1 ദിവസം ഞായറാഴ്ചയാണ് മുക്കൂടത്തറ ചന്തയിൽ പോകുന്നത്. മുക്കൂടത്തറ ചന്തയിൽ പോയി മീനും മറ്റു സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അങ്ങോട്ട് കൊണ്ട് വിൽക്കുന്നത് തേങ്ങയും പാക്കും റബ്ബറും ഒക്കെയാണ്. ഇതൊക്കെ ചുമന്നുകൊണ്ട് വേണം അങ്ങോട്ട് പോവാൻ. ചെവി കേൾക്കാത്ത അപ്പൻ മുമ്പിൽ നടക്കുമ്പോൾ വയറ്റിലൊരു കുഞ്ഞും കൂടെ 2 കുട്ടികളുമായി വേണം നടന്നു പോവാൻ. അങ്ങനെ അധ്വാനിച്ചാണ് എൻ്റെ അമ്മ 7 മക്കളെ വളർത്തിയെടുത്തത്. ഇത്തരം അധ്വാനത്തിൻ്റെയും വേദനയുടെയും കഥയായിരിക്കും അന്നത്തെ എല്ലാ അമ്മമാർക്കും പറയാനുള്ളത്. ഇതിനൊക്കെ ആര് പ്രതിഫലം കൊടുത്തു? പറമ്പിലേക്ക് ഇറങ്ങിയാണ് അവർ പച്ചക്കറി ഉണ്ടാക്കിയിരുന്നത്. കൃഷി ചെയ്ത് ഇന്നത്തെ പോലത്തെ TV യിൽ പരസ്യം ചെയ്തും യൂട്യൂബിലിട്ടുമല്ല. ചേമ്പിൻ്റെ താളും ചീരയും ചക്കക്കുരുവുമൊക്കെ അവർ പറമ്പിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. വലിയ തോതിൽ കൃഷി ചെയ്യാതെ തന്നെ അവർ കുടുംബം നടത്തി. പക്ഷെ അതിനൊന്നും ഒരിക്കലും വിലയില്ലായിരുന്നു. ഇപ്പോഴിതാ വീട്ടമ്മമാരുടെ അധ്വാനത്തിന് വിലയുണ്ടായിരിക്കുന്നു. വീട്ടമ്മമാരുടെ അധ്വാനത്തിന് വില കൊടുക്കണമെന്ന് സുപ്രീം കോടതി കൽപ്പിച്ചിരിക്കുന്നു. ഈ ന്യായാധിപന്മാരെ എത്ര ആദരിച്ചാലും എത്ര ബഹുമാനിച്ചാലും മതിയാവില്ല.
ഒടുവിൽ സ്ത്രീകളുടെ വലിയൊരു വിപ്ലവം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു.